അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ സാന്ദ്ര വിപിയുടെ വീട്ടിലേക്ക് പെണ്ണാലോചിക്കാൻ പോവുകയാണ്. സാന്ദ്ര വിപി വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ ആദ്യമായിട്ടാണ് പോയതെന്ന്. നോ, നമ്മളിപ്പോൾ ഇതിന് മുമ്പും നമ്മളിവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നിലു, ചേച്ചി, അളിയൻ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ എത്തി എല്ലാവരെയും ഒക്കെ നമ്മളങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടു. ഞാൻ വിചാരിച്ചത് ഒരു 4 5 ആൾക്കാർ മാത്രമേ ഉണ്ടാവുമെന്നായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അവരെ ഫാമിലി മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്! അങ്ങനെ അവരെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു, എന്താണ് ഇന്ദുചൂടൻ്റെ പ്ലാൻ? പൂക്കിയായ നമുക്ക് എന്തോ ഒന്ന് പ്ലാൻ. ശേഷം നടന്നത് പിന്നെ എൻ്റെ ഒരു റിവെഞ്ചായിരുന്നു. ഐഫോൺ വിരോധിയായ സാന്ദ്ര വിപിക്ക് ഞാൻ ഒരു ഐഫോൺ 13 പ്രോ മാക്സ്, അത് കുറച്ച് ഓവറല്ലേ ചേട്ടാ, വേണ്ട, ഒരു ഐഫോൺ 13 അങ്ങ് വാങ്ങിക്കൊടുത്തു. പിന്നല്ല, കൊള്ളാം, കിടു സാധനം. അങ്ങനെ സാന്ദ്ര വിപി ഐഫോൺ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അതിനുശേഷം പിന്നെ ഞാനൊരു ചെറിയൊരു പെർഫ്യൂം അവൾക്ക് കൊടുത്തിരുന്നു. യെസ്. അങ്ങനെ ഒരു പെർഫ്യൂം കൊടുത്തു. സാന്ദ്ര വിപി വളരെ വളരെ ഹാപ്പിയാണ്. യെസ്. അങ്ങനെ അത് എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളെന്താക്കി, ഏകദേശം ഒരു 7 7:15 ആകുമ്പോൾ നമ്മളെന്താക്കി, അവിടുന്ന് ഇറങ്ങി. യെസ്, കണ്ടോ അവരുടെ കണ്ണുകളിൽ അതാ വേദന. യെസ്, നമുക്ക് കാണാടാ, കല്യാണത്തിന് കാണാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പോന്നു.